കേരളത്തിലാകമാനം UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള സഹകരണം വലിയ വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേരിടുന്നൊരു സാഹചര്യത്തിൽ ഇതാ VD സതീശൻ്റെ മണ്ഡലത്തിൽ മതചിഹ്നം വ്യാപകമായി ഉപയോഗിച്ച് UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന് സമീപം അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് പോസ്റ്റർ പതിച്ചത്. അങ്ങനെയാണ് ചട്ടലംഘനം അവിടെ പുരോഗമിക്കുന്നത്. പോസ്റ്റർ പതിച്ചതിന് പിന്നിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കി മതവിദ്വേഷം വളർത്താനുള്ള ശ്രമമാണെന്ന് LDF ആരോപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യ ഭരണാധികാരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ എന്നിവർക്ക് LDF പരാതിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ UDF പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചതാണ്. അത് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തി താക്കീതൊക്കെ കൊടുത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതാ പറവൂരിൽ, അത് VD സതീശൻ്റെ മണ്ഡലത്തിൽ ആ അർത്ഥത്തിൽ ഉള്ള ശ്രമങ്ങൾ മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചട്ടലംഘനങ്ങൾ UDF-ൻ്റെ? അജിംഷാദ്, തീർച്ചയായും പൂർണ്ണമായും ചട്ടലംഘനമാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു കാരണവശാലും മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് മതപ്രീണനത്തിനും ആകാൻ പാടില്ല. ഏതെങ്കിലും മതവിഭാഗത്തെ ഉപദ്രവിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലാകാനും പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട്, നിഷ്കർഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലാണ് ഇന്ന് പ്രധാനപ്പെട്ടത് പറവൂരാണ് എന്നുള്ളതാണ് പ്രശ്നം. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂർ നഗരസഭയിൽ വ്യാപകമായി ഇന്നലെ രാത്രി അയ്യപ്പ വിഗ്രഹം പതിച്ച ചിത്രമുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. അത് അയ്യപ്പൻ്റെ ചിത്രം ആണ് ഈ പോസ്റ്ററിൽ വ്യാപകമായിട്ടുള്ളത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഒരു വ്യാജ പോസ്റ്റർ എന്ന നിലയ്ക്കൊന്നുമല്ല, UDF പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി എന്ന് തന്നെ എഴുതി അതിലുണ്ട്. ഒപ്പം തന്നെ അത് പതിച്ചത് ഇന്നലെ രാത്രിയാണ്. അതിനൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും അതിന് സമീപത്തായി പതിച്ചു പോയിട്ടുണ്ട്. അപ്പം കൃത്യമാണ് കാര്യങ്ങൾ. UDF മതചിഹ്നം ഉപയോഗിച്ചു, അയ്യപ്പനെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നിയമപ്രശ്നം ഒരു വശത്ത്, അതിൻ്റെ ധാർമ്മികത മറുവശത്ത്. നിയമപ്രശ്നം ഏതായാലും LDF ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യ ഭരണാധികാരിക്കും ജില്ലാ ഭരണാധികാരിക്കും, അതായത് കളക്ടർക്കും LDF പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. കർശന നടപടിയിലേക്ക് നീങ്ങും എന്നാണ് LDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായി ചട്ടലംഘനം ഇതിലുണ്ട് എന്നൊന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, ഇത്തരത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് വേണമെങ്കിൽ മതപ്രീണനത്തിനാകാം അല്ലെങ്കിൽ മതവിദ്വേഷത്തിനാകാം. രണ്ടാണെങ്കിലും അത് സാമൂഹ്യമായി ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ഇടത് നിലപാട്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ പരാതി മെയിലായി അയച്ചു. ഉടൻ നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് LDF നേതാക്കൾ നമ്മളുമായി പങ്കുവച്ചത്.